നമസ്കാരം. 2023 വെല്ലൂരിലെ ഒരു കുടുംബം, അതായത് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ഒരു കുടുംബം, അവിടെ അതിഭീകരമായ രീതിയിൽ ഒരു മോഷണം നടക്കുന്നു. ആ മോഷണത്തിൻ്റെ ഒരു രീതി ഒരു രാത്രിയാവും. അത് ഇപ്പോൾ ഒരുപാട് രാത്രിയായി കഴിയുമ്പോൾ, അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാതിരാത്രിയൊക്കെ കഴിയുമ്പോൾ ആരോ ഒരാൾ അവരുടെ പിൻഭാഗത്തെ, അതും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണ്, പിൻഭാഗത്തെ കതക് പൊളിക്കുന്നു. പൊളിച്ചതിന് ശേഷം ആ കുറ്റാക്കുറ്റ് ഇരുട്ടിലൂടെ ഒരാൾ അകത്തേക്ക് കയറുന്നു. വെല്ലൂരിൽ നടന്ന ഒരു മോഷണ രീതിയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയതിന് ശേഷം അവിടെ ആ പെൺകുട്ടികളുണ്ടാകാം, അവിടെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ ക്ലോറോഫോം മണപ്പിച്ച് ബോധരഹിതയാക്കി ഉപദ്രവിച്ച്, അതോടൊപ്പം ശാരീരികമായി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, ലൈംഗികമായി പീഡിപ്പിക്കുന്നു. പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെയും പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഇവരെ അതിക്രൂരമായി കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു വലിയ കോടാലി, അല്ലെ ഒരു കൊട്ടുവടി പോലെയുള്ള വലിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തി അവിടെ നിന്ന് ഉള്ള സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് ഈ വെല്ലൂരിലെ ആ മോഷ്ടാവ് അവിടെ നിന്നും യാത്രയായി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് ആ നഗരം അല്ലെങ്കിൽ ആ നാട് ഉണർന്നത്. തമിഴ്നാടാണ് സ്ഥലം. എല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ നഗ്നരായി കിടക്കുന്ന രണ്ട് സ്ത്രീ ശരീരങ്ങളെയാണ് കാണുന്നത്. അവരുടെ തല പൊട്ടിക്കീറിയിട്ടുണ്ട്. തലയിൽ നിന്ന് ചോരയും ഇങ്ങനെ ഒഴുകിയത് അവിടെ ആ മുറിയാകെ തളം കെട്ടി കിടക്കുകയും ചെയ്യുന്നു. മുൻഭാഗത്തെ കതകുകൾക്കൊന്നും യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. മുൻഭാഗത്തെ കതകാരും ബലപ്രയോഗത്തിലൂടെ കുത്തി തുറന്നിട്ടില്ല. ഇതെല്ലാം പോലീസ് വന്ന് പരിശോധിക്കുകയാണ്. പരിശോധിച്ചിട്ടും പോലീസിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ ഇതുപോലെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിരവധി കൊലപാതകങ്ങളും മോഷണങ്ങളും നടന്നിട്ടുണ്ട്. പിന്നീട് പോലീസ് വന്ന് അവിടെ ആകെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്ന് മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അവിടെ ഇരുന്ന് വിലപിടിപ്പുള്ള സ്വർണ്ണമടക്കമുള്ള പണമടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. പോലീസ് അവിടെ ആകെ പരിശോധിച്ചെങ്കിൽ തന്നെയും അയാൾക്ക്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവായിട്ട് അവിടെ നിന്ന് തൽക്കാലം കണ്ടു കിട്ടിയില്ല. ആരാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവില്ല. പക്ഷേ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സെയിം പാറ്റേണിലൂടെ, സെയിം മോഡസ് ഓപ്പറാൻഡി എന്നാണ് പറയുന്നത്, ഈ സെയിം മോഡസ് ഓപ്പറാൻഡിയിൽ നിരവധി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വരുന്നു, അതെല്ലാം നോക്കുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടുവടി, അതായത് കൂടം പോലെയുള്ള ഒരു ഉപകരണമാണ്, തടി കൊണ്ട് നിർമ്മിച്ചത്. കാര്യം ഇത് അതിശക്തമാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ കൊലയാളി ഇവരെ കൊന്നത്. ഒടുവിൽ പോലീസിൻ്റെ കയ്യിൽ തെളിവായി കിട്ടിയത് ഈ കൊട്ടുവടിയാണ്. പോലീസ് ഒടുവിൽ ആ കൊട്ടുവടി എടുക്കുന്നു. അപ്പം വേറെ ഒരു തരത്തിലും കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരെല്ലാം കൂടി നിൽക്കുകയാണ്. നാട്ടുകാർക്കാർക്കും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു. ഒരു സ്ത്രീയും അവരുടെ മകളും ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. അങ്ങനെ പോലീസ് കിട്ടിയ ഈ കൊട്ടുവടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം നേരെ പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ കഴിയുന്നു. ആ പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ രണ്ടുപേരും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ആണ് ഇവരുടെ തലക്കടിച്ച് ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അവരുടെ മരണകാരണം തലക്കേറ്റ ക്ഷതമാണ് എന്നുള്ള കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. അവിടെ നിന്നാണ് ഈ കൊട്ടുവടി കണ്ടെത്തുന്നത്. ആ കൊട്ടുവടിയിൽ നിന്ന് പോലീസിന് ആകെ ലഭിച്ച ഒരു തുമ്പ് അതിലെ ഫിംഗർ പ്രിൻ്റ് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, ഒരു SIT രൂപീകരിച്ചു. കാര്യം അതിക്രൂരമായൊരു കൊലപാതകമാണ്, മോഡസ് ഓപ്പറാൻഡി നേരത്തെയും നടന്നിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശാസ്ത്രീയമായ അന്വേഷണ രീതികളൊക്കെ അവലംബിച്ചു. അതായത് മൊബൈൽ ഫോണ് ആരുടെയൊക്കെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ആ രീതിയിലൊക്കെയുള്ളൊരു അന്വേഷണത്തിലൂടെയൊക്കെ ഒരു കൊലപാതകയിലേക്ക് ഏകദേശം എത്താൻ കഴിഞ്ഞു. അങ്ങനെയാണ് ദിണ്ടിഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രതിയെ പിടികൂടുന്നു. ആ പ്രതിയുടെ പേര് രാജശേഖർ എന്നാണ്. അപ്പോൾ അങ്ങനെ പോലീസ് അവിടെ നിന്നും ഇയാളെ പിടിക്കാനായി ആ ദിണ്ടിഗലിൽ ഇയാൾ ഒളിച്ചിരുന്ന ആ പ്രദേശം മുഴുവൻ പോലീസ് വളയുകയാണ്. വളഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. രാജശേഖർ എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളിയൊന്നുമല്ല. അയാൾക്ക് ഇതൊരു വളരെ രസകരമായി ഇയാൾക്ക് തോന്നുന്ന ഒരു കൊലപാതക രീതിയാണ്. അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഒരാളെ അടിച്ചു കൊല്ലുക, സ്ത്രീകളോടാകുമ്പോൾ തനിക്ക് വേണ്ട രീതിയിൽ ആ സ്ത്രീകളെ ഉപയോഗിക്കാൻ കഴിയും, അതിക്രൂരമായി അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ കഴിയും. ഇത് ഇയാളുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു. അങ്ങനെ ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ ഒളിച്ചിരുന്ന സ്ഥലം പോലീസ് വളയുന്നു. ആ പോലീസുകാർക്കിടയിലേക്ക് ഒരു വലിയ വാളും എടുത്തുകൊണ്ട് ഇയാൾ ചാടി വീണെങ്കിൽ തന്നെയും അതിസാഹസികമായി തന്നെ പോലീസ് ഇയാളെ കീഴടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കീഴടക്കിയ ഇദ്ദേഹത്തിനെയും കൊണ്ട് നേരെ പോലീസ് ഇവിടേക്ക് വരുന്നു. അപ്പോൾ അതുവരെയായി
ഈ രാജശേഖരൻ്റെ പേരിൽ എല്ലാവരും കരുതിയിരുന്ന ഒരു 70 കേസുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഈ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ 70 കേസിലൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് കേട്ടിട്ട് ഞെട്ടിപ്പോയി. രാജശേഖരൻ എന്ന് പറയുന്ന ഈ കൊലപ്പുള്ളി അല്ലെങ്കിൽ ഈ ഒരു പ്രതിയിൽ നിന്നും കേൾക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. പോലീസ് ചിന്തിച്ച അവരുടെ ക്രൈം റെക്കോർഡ്സിൽ 70 എണ്ണമാണ് ഈ രാജശേഖരൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതായത് ഈ ഒരു കൊലപാതകയുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഇയാൾ പിടിയിലാകുകയാണോ? നിരവധി തവണ ഇയാൾ പിടിയിലാകുകയും ചെയ്തു. അപ്പോഴാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പുറംലോകം അറിയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് 2023 മുൻപ് ഇയാൾ ആദ്യമായി നടത്തിയ കൊലപാതകം വളരെ ചെറുപ്പത്തിലായിരുന്നു. അതായത് കേവലം 21 വയസ്സുള്ള സമയത്താണ് ഈ രാജശേഖർ ആദ്യമായി കൊലപാതകം നടത്തുന്നത്. പോലീസിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന 2009 21 വയസ്സുള്ള സമയത്ത് ഒരു സ്ത്രീയെ, അത് സ്ത്രീകളോടുള്ള അതിക്രമം, ഇയാൾക്ക് സ്ത്രീകളോട് മാത്രമാണ് ഈ ഒരു അതിക്രമം കാട്ടൽ. ഒരു സ്ത്രീയെ കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും പീഡിപ്പിച്ചു എന്നുള്ളതാണ്. പീഡിപ്പിച്ചു, പിന്നെ ആ പീഡനത്തിൽ ആ സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതോടു കൂടിയാണ് ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ജനങ്ങളെല്ലാം അറിയുന്നു, അയ്യോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു കൊലപാതകി ഇറങ്ങിയിട്ടുണ്ട്, സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കൊലയാളി, അതും 21-ാമത്തെ വയസ്സിൽ. അന്ന് തുടങ്ങിയ ആ ഒരു ലഹരി ഇയാളുടെ ശരീരത്തിലും അതോടൊപ്പം ഇയാളുടെ സിരകളിലുമൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു രസവുമൊക്കെ ഈ പറയുന്ന ഭീകരൻ, ഈ പറയുന്ന രാജശേഖർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് 2018 എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശിവഗംഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ശിവഗംഗയിൽ ഒരു അമ്മയും മകളും മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രിയിൽ പതിവ് പോലെ ഇയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെ തന്നെ പാതിരാത്രി കഴിയുമ്പോൾ ഈ രാജശേഖർ അവിടേക്ക് പിൻവാതിൽ പൊളിക്കുക. അയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി അങ്ങനെയാണ്. അയാൾ പറഞ്ഞിട്ടുള്ള കഥകളിലെല്ലാം അത് തന്നെയാണുള്ളത്. പിൻവാതിൽ പൊളിക്കുക, പൊളിച്ച് ഇതിനകത്തേക്ക് കടക്കുന്നു, അതായത് ഈ വീടിനുള്ളിലേക്ക് കടക്കുന്നു. തൻ്റെ കയ്യിൽ എപ്പോഴും ക്ലോറോഫോം കരുതിയിരിക്കുന്ന ഒരു കൊലയാളിയാണ്. അപ്പോൾ അങ്ങനെ ക്ലോറോഫോം കരുതിയ ഇയാൾ നേരെ ഇതുമായി അകത്തേക്ക് ചെല്ലുന്നു. അകത്തേക്ക് ചെന്നിട്ട് ഈ അമ്മയെയും മകളെയും ബോധം കെടുത്തുന്നു. അതായത് ക്ലോറോഫോം അണപ്പിച്ച് ബോധം കെടുത്തി പിന്നീട് ഇവരെ ഈ പറയുന്ന പോലെ അവരുടെ ശരീരമെല്ലാം പൂർണ്ണമായും നഗ്നമാക്കിയതിന് ശേഷം അവരെ അങ്ങ് പ്രാപിക്കുന്നു. അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നല്ല, ലൈംഗികമായി അവരെ പീഡിപ്പിക്കുന്നു, ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. അതിനുശേഷം അവരെ കൊന്നതിന് ശേഷം ഈ പറയുന്ന സ്വർണവും എടുത്തുകൊണ്ട്, അവിടെ കരുതിയിരിക്കുന്ന സ്വർണവും എടുത്തുകൊണ്ട് സ്ഥലം വിടുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾ ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇയാളുടെ ഒരു സ്വഭാവം. അതായത് നമ്മൾ ഈ ബെല്ലാരിയിൽ അദ്ദേഹം പോത്ത് കച്ചവടക്കാരനാണെങ്കിൽ എന്ന് പറയുന്ന ഒരു രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന ഒരു ബെല്ലാരി രാജയാണ്, ചിലയിടത്ത് ബ്രോക്കർ രാജയാണ്, ചിലയിടത്ത് ബെൻസ് രാജയാണ് എന്നൊക്കെ പറയുന്ന പോലെ ഈ രാജശേഖർ എന്ന് പറയുന്ന ഒരാളെ രാത്രികാലങ്ങളിൽ ആരും അധികം ഈ രാത്രികാലങ്ങളിൽ മാത്രമാണ് അക്രമാസക്തനാകുന്നത്. പകൽ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്രി കച്ചവടക്കാരനായിട്ട് ചിലപ്പോൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു തുണിക്കച്ചവടക്കാരനായിട്ടും ഇരുമ്പ് കച്ചവടക്കാരനായിട്ടും അങ്ങനെ പല രീതിയിൽ പല കച്ചവട പരിപാടികളും പച്ചക്കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സാധാരണപ്പെട്ട വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത തീർത്തും സാധാരണക്കാരനായി നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ രാജശേഖർ. എന്നാൽ ഇയാൾ രാത്രി ഇരുട്ടി ഒരു 10-12 മണി 1 മണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജശേഖരൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. അയാൾ പകല് അത്രയും നേരം അദ്ദേഹം കൊണ്ടു നടന്ന ഇരുമ്പ് കച്ചവടക്കാരൻ്റെയോ ആക്രി വിൽക്കുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ പച്ചക്കറി കടക്കാരൻ്റെയോ അല്ലെങ്കിൽ പച്ചക്കറി വിൽപ്പനക്കാരൻ്റെയോ ഒക്കെ ആ മുഖംമൂടി അദ്ദേഹം അഴിച്ചു വെച്ചിട്ട് അതിക്രൂരനായ ഒരു കൊലപാതകിയായി, അതിക്രൂരനായ കൊടൂര കുറ്റവാളിയായി മാറുന്ന ഒരു അത്ഭുത കാഴ്ചയുണ്ട്. എന്നിട്ടാണ് ഈ പറയുന്ന ക്ലോറോഫോം എടുത്തുകൊണ്ട് ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പകൽ സമയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകൾ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന വീട് ഏതാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് ഏതാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തും. ഈ കണ്ടെത്തുക മാത്രമല്ല, ആ വീട് കുറച്ച് ദിവസം അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്യും. അവിടേക്ക് വന്നു പോകുന്ന ആളുകൾ വല്ലവരുമുണ്ടോ, ഇനി അതല്ല അവർക്ക് ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ, ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ സ്ഥിരമായി ആളുകൾ ഉണ്ടാവുക, പിന്നെ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറാൻ സാധിക്കുക, അവരെവിടെയാണ് കിടന്നുറങ്ങുക, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി, അതായത് ഒരു ശബ്ദം പോലും പുറത്തേക്ക് ഒരു സ്ത്രീയുടെ വരാത്ത രീതിയിൽ
എങ്ങനെ തനിക്ക് ഈ പദ്ധതി നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി നിരീക്ഷിച്ചൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് ഈ രാജശേഖർ എന്ന് പറയുന്ന ഈ കൊലപാതകി വേട്ടയ്ക്കിറങ്ങുന്നത്. അങ്ങനെ രാത്രികാലങ്ങളിൽ ഈ കയ്യിൽ കരുതുന്ന ക്ലോറോഫോമുമായി ചെല്ലുക, ഈ പതിവ് പോലെ തന്നെ ഈ വീടിൻ്റെ പിൻവാതിൽ തകർക്കുക. പിൻവാതിൽ തകർക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ ഈ പറയുന്ന മുൻവാതിലിനേക്കാൾ അത്ര വീക്കായിരിക്കും പലപ്പോഴും വീടുകളുടെ, തമിഴ് വീടുകളുടെയൊക്കെ പിൻഭാഗത്തെ വാതിലുകൾ. അതുകൊണ്ട് വളരെ വേഗം അത് തകർക്കാൻ കഴിയും. അങ്ങനെ തകർത്തിട്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് ഈ കൊലയാളി കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടി ക്രമങ്ങളും പൂർത്തിയാക്കി ഈ അവിടെ നിന്ന് കിട്ടുന്ന സ്വർണവും പണമോ എന്താണെങ്കിലും കൈക്കലാക്കിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഈ രീതിയിൽ അദ്ദേഹത്തെ പിടിക്കുകയും ഒക്കെ പലപ്പോഴും അദ്ദേഹത്തെ പിടിക്കുന്നു, പിന്നീട് പുറത്തേക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിരവധിയായ കേസുകൾ, ഏകദേശം പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഈ രാജശേഖർ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 70 കേസുകളിൽ പ്രതിയാണ്. അതായത് ഇത്തരത്തിലുള്ള 70 കേസുകളിൽ. അപ്പോൾ അങ്ങനെ തമിഴ്നാടിൻ്റെ പേടി സ്വപ്നമായി മാറിയ ഒരാളാണ് ഈ രാജശേഖർ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഇയാളുടെ ഈ ക്രൂരതകൾ, അപ്പോൾ പലപ്പോഴും തെളിവുകളില്ല, അയാൾ കൊലപ്പെടുത്തിയതിന് തെളിവുകളില്ല, ഇയാളാണ് കൊന്നത് എന്ന് പോലീസിന് വ്യക്തമായ യാതൊരു അറിയിപ്പുമില്ല. ആരാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഇങ്ങനെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാവം നിരപരാധി ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടും. പോലീസിൻ്റെ അന്വേഷണത്തിൽ അവരുടെ സംശയം തോന്നുന്ന ആൾക്കാർ, അവിടേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ, അങ്ങനെ തുടങ്ങി ആരെയെങ്കിലുമൊക്കെ കിട്ടും. അവരെല്ലാം ഈ പോലീസിൻ്റെ പിടിയിലാകുകയും ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഈ പറയുന്ന ഇയാളൊടുവിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പൊന്നു സാറേ, ഞാൻ ചെയ്തു, എനിക്കിതൊരു ഹരമാണ്, എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന സ്ത്രീകളെ ഇങ്ങനെ ചെയ്യുക, അപ്പോൾ എന്തിനാണ് താങ്കൾ ഈ പകൽ സമയത്ത് ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം മറുപടി പറയും. പകൽ സമയത്ത് എൻ്റെ ജോലി ഇതാണ്, ഞാൻ ഈ പറയുന്ന ഈ കച്ചവടങ്ങൾക്കായിട്ട് ഇറങ്ങും. ചിലപ്പോൾ ആക്രി ആയിരിക്കും, ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കും, അതല്ലെങ്കിൽ ഇരുമ്പ് കച്ചവടമായിരിക്കും, അല്ലെങ്കിൽ തുണിക്കച്ചവടമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്രി കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും വീടുകളിൽ നിന്നാണ് ഈ ആക്രി പെറുക്കുക. ആ വീടുകളിൽ നിന്ന് ആക്രി പെറുക്കുന്ന സമയത്ത് പലപ്പോഴും ഇയാൾക്ക് പോകുന്ന പോക്കിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട് എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ജോലികൾ കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അദ്ദേഹം ആക്രി കച്ചവടക്കാരനായിട്ടാണെങ്കിലും തുണിക്കച്ചവടം, ഏറ്റവും കൂടുതൽ തുണിക്കച്ചവടം നടത്തുന്നത് സ്ത്രീകൾക്കിടയിലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഈ കച്ചവടങ്ങൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം തന്ത്രമാണ്, ഒരു തരം മോഡസ് ഓപ്പറാൻഡിയാണ് ശരിക്കും ഇയാൾ പുലർത്തിക്കൊണ്ടിരുന്നത്. ആ രീതിയിൽ ഈ ജനങ്ങൾക്കിടയിൽ ആ സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ കണ്ടെത്തുകയും ആ വീടുകളിലേക്ക് നിരന്തരമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇയാൾ ഒടുവിൽ പോലീസിൻ്റെ തോക്കിന് ഇരയാവുകയായിരുന്നു. കാരണം 70 പേരോളം അല്ലെങ്കിൽ 70-ലധികം കേസുകൾ, പോലീസിൻ്റെ കയ്യിൽ മാത്രമുള്ള 70, പക്ഷേ അയാൾ കുറ്റസമ്മതം നടത്തിയ നിരവധി കേസുകൾ. അയാൾ കുറ്റസമ്മതം നടത്തിയോടെ ജയിലിൽ കഴിയുന്ന നിരപരാധികളായ പലർക്കും പൊതുജീവൻ കിട്ടി, അവർ കേസിൽ നിന്നെല്ലാം മുക്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന ഒരാളെ അധികകാലം വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പലപ്പോഴും ഇത്തരം കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് അവർക്ക് നല്ല ആഹാരവും കൊടുത്ത്, അവർ ചെയ്യുന്ന ജോലിക്ക് കൂലിയൊക്കെ കൊടുത്ത് വളർത്തി അവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുമുഖന്മാരും സുന്ദരന്മാരും ഒക്കെ ആയി പുതിയ ജീവിതത്തിലേക്കൊക്കെ അവരെ പറഞ്ഞു വിടുക ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകിട്ടിയ സ്പോട്ടിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരാളെ പോലീസ് വെടിവെച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥയുടെ അവസാനം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് എത്ര കൊലപാതകങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഏതൊരു കൊലപാതകമെന്ന് മാത്രമല്ല, ഏതൊരു കുറ്റവും നമ്മൾ പിടിക്കപ്പെടുന്നതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുക ഇതെൻ്റെ ഒരു ഹരമാണ് എന്നാണ്. അത് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ശരിക്കും അതൊരു കുറ്റമായി മാറുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ സുഖം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ നെറികേടുകൾ പിന്നീട് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കുറ്റമായി മാറുന്നു. അതിനൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ നൽകേണ്ടി വരും. അത് ഇപ്പോൾ ചെറിയൊരു മോഷണമായിരുന്നാൽ കൂടി നമ്മൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.